ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസൺ ആരംഭിക്കാൻ ഇനി ഒരു നാൾ മാത്രമാണുള്ളത്. 28-ന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുൻ ചാമ്പ്യന്മാരായ സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് ഏറ്റുമുട്ടുന്നത്. ഇത്തവണത്തെ സീസണിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ടീമുകളിലൊന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. സഞ്ജു സാംസൺ ടീമിലേക്ക് എത്തിയതോടെ CSKയുടെ കിരീട പ്രതീക്ഷകൾ വാനോളം ഉയർന്നിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസ് വിട്ട് സഞ്ജു CSKയിൽ എത്തുന്നത് 2020 ലോകകപ്പിൽ നടത്തിയ മിന്നും പ്രകടനത്തിന് ശേഷമാണ്. 2020 ലോകകപ്പിലെ താരമായി മാറിയ സഞ്ജു CSKയുടെ റൺവേട്ടക്കാരിൽ ഇത്തവണ ഒന്നാമനാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇത്തവണ സഞ്ജു വന്നെങ്കിലും CSKയുടെ തുറുപ്പിച്ചിട്ട് ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ് CSKയുടെയും രാജസ്ഥാൻ റോയൽസിൻ്റെയും മുൻ താരവും സ്പിൻ ഓൾറൗണ്ടറുമായ R അശ്വിൻ. CSKയുടെ നിലവിലെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. അവൻ 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യുമെന്നാണ് കരുതുന്നത്. അവസാനം വരെ ബാറ്റ് ചെയ്യുക എന്നതാണ് താരത്തിൻ്റെ റോൾ. ഗെയ്ക്വാദ് ആങ്കർ റോളിലേക്ക് മാറുമ്പോൾ മറ്റുള്ളവർ ആക്രമണ ക്രിക്കറ്റ് കളിക്കാനാവും പദ്ധതിയിടുക. അതുകൊണ്ടാണ് അവൻ എല്ലാ സീസണിലും നിരവധി റൺസ് നേടുന്നതെന്ന് അശ്വിൻ പറഞ്ഞു. ഋതുരാജ് സമീപ സീസണുകളിലെ CSKയുടെ ഏറ്റവും വിശ്വസ്തനായ ബാറ്റ്സ്മാനാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇനിയും ഋതുരാജ് മെച്ചപ്പെടാനുണ്ടെങ്കിലും ബാറ്റ്സ്മാൻ എന്ന നിലയിൽ സ്ഥിരതയാർന്ന കളി പുറത്തെടുക്കുന്നുണ്ടാവും. താരത്തിൻ്റെ സമീപകാലത്തെ പ്രകടനങ്ങളെല്ലാം മികച്ചതുമാണ്. വിജയ് ഹസാര ട്രോഫിയിൽ 413 റൺസാണ് 7 മത്സരത്തിൽ നിന്ന് ഋതുരാജ് നേടിയത്. 82.60 ശരാശരിയായിരുന്നു ഋതുരാജിൻ്റെ പ്രകടനം. അവസാന സീസണിൽ പരിക്ക് വേട്ടയാടിയപ്പോൾ 5 മത്സരം മാത്രമാണ് താരത്തിന് കളിക്കാനായത്. ഇത്തവണ മികച്ച ഫോമിലും ഫിറ്റ്നസിലുമാണ് ഋതുരാജ് കളിക്കാനെത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. സഞ്ജു സാംസണിനൊപ്പം താൻ ഓപ്പണിങ്ങിൽ ഇറങ്ങുമെന്ന കാര്യം ഋതുരാജ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഋതുരാജിൻ്റെ ബാറ്റിംഗ് പ്രകടനം ഇത്തവണയും CSKയ്ക്ക് നിർണായകവുമാണ്. ഋതുരാജിന് ഇന്ത്യൻ ടീമിൽ കൂടുതൽ അവസരം നേടാൻ ഇത്തവണ മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടതായുമുണ്ട്. CSKയുടെ താരനിര ഇത്തവണ ശക്തമാണ്. സീനിയർ താരങ്ങളിൽ ഊന്നി കളിക്കുന്ന CSK ഇത്തവണ യുവ താരനിരയുടെ മികവിലാണ് ഇറങ്ങുന്നത്. എടുത്തു പറയാൻ സാധിക്കുന്ന നിരവധി താരങ്ങൾ ഇപ്പോൾ CSKയ്ക്കൊപ്പമുണ്ട്. സഞ്ജു സാംസണും കൂടിച്ചേരുന്നതോടെ CSKയുടെ താരനിര കൂടുതൽ ശക്തമായി മാറും. ഇത്തവണത്തെ സീസണോടെ MS ധോണി വിരമിക്കൽ പ്രഖ്യാപിക്കാനായിരിക്കും സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ധോണിക്ക് കിരീടത്തോടെ യാത്രയയപ്പ് നൽകാനാവും ഇത്തവണ CSK ഇറങ്ങുക. CSKയുടെ ബൗളിംഗ് നിരയിൽ ചില ദൗർബല്യങ്ങളുണ്ടെങ്കിലും ബാറ്റിംഗ് കരുത്തുകൊണ്ട് ഇതിനെ മറികടക്കാൻ ഇത്തവണ അവർക്ക് സാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഏറ്റവും മികച്ച പ്രകടനത്തോടെ ഇത്തവണ CSK 6ാം കിരീടം നേടുമോ എന്നാണ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം.